പിന്നെ ഫോട്ടോക്രോമിക്സ് എന്ന് പറയുകയാണെങ്കിൽ ഡേ നൈറ്റ് ലെൻസ്. പുറത്ത് ഇപ്പോൾ ഇതൊരു ഫോട്ടോക്രോമിക് ലെൻസാണ്. ഇത് പുറത്തെത്തി കഴിഞ്ഞാൽ സൺഗ്ലാസ് മാതിരി എൻ്റെ കണ്ടിട്ടുണ്ടാവുക. ഇപ്പോൾ ഇതൊരു വൈറ്റ് ലെൻസ് മാതിരിയാണ്. ഇത് അഗൈൻ 100% UV പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ട്രാൻസിഷൻ എന്നുള്ളൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. പണ്ടത്തെ കാലത്ത് വെറും ഈ രണ്ട് സ്ലൈഡുള്ളൂ, ഫോട്ടോ ഗ്രേ ആൻഡ് ഫോട്ടോ ബ്രൗൺ, ഇത്രയേ പറയാറുള്ളൂ. 90% ആൾക്കാരും ഈ കളറാണ് ഉപയോഗിക്കാറ്. ഒരു ഗോൾഡൻ ഫ്രെയിമൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഫോട്ടോ ബ്രൗൺ ഉപയോഗിക്കും. ഇപ്പോൾ കാലം മാറി ഒരുപാട് കളേഴ്സായി. ഇതിൽ തന്നെ എത്ര കളേഴ്സ് ഉണ്ട്? 8 കളേഴ്സ് ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് കളർ റൂബി എന്ന് പറഞ്ഞിട്ട് ലേറ്റസ്റ്റ് കളർ വന്നിട്ടുണ്ട്. അതിൻ്റെ ജനറേഷൻ മാറി. പിന്നെ എക്സ്ട്രാക്റ്റീവ് എന്ന് പറയും, കുറച്ചുകൂടെ ഭയങ്കര എന്താ പറയുക, ഈ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കണ്ണ് കാണാൻ കഴിയില്ല, ഇതിൽ പിന്നെയും കണ്ണ് കാണാൻ പറ്റും. അപ്പോൾ കണ്ണൊട്ടും കാണാത്ത ഭയങ്കര ഡാർക്ക്നെസ് ഉള്ള ടൈപ്പ് ലെൻസസും അവൈലബിൾ ആണ്. അഗൈൻ ഇത് കാറിൻ്റെ അകത്തും ഒരു പരിധി വരെ ഡാർക്കാവും. സാധാരണ ഫോട്ടോഗ്രാമിക്സ് കാറിൻ്റെ അകത്ത് ഡാർക്കാവില്ല. ഫോർ യുവർ ഇൻഫർമേഷൻ. എന്താ റീസൺ? ഇത് ഡാർക്ക് ആവണമെങ്കിൽ UV-ൻ്റെ പ്രസൻസ് വേണം. കാറിൻ്റെ വിൻഷീൽഡ് ഓൾറെഡി UV പ്രൊട്ടക്റ്റഡാണ്. അപ്പോൾ ഇത് നമ്മൾ സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ കസ്റ്റമർക്ക് നമ്മൾ ഡേ നൈറ്റ് ലെൻസ് കൊടുത്തിട്ട് കസ്റ്റമർ തിരിച്ചു വന്നിട്ട് പറയും ഇത് കാറിനകത്ത് ഡാർക്കാവുന്നില്ലല്ലോ എന്ന് പറയും. പക്ഷേ കസ്റ്റമർക്ക് പരാതി വരാൻ നിങ്ങളെ ഷോപ്പിനടുത്ത് കാറ് നിർത്തി ഡോറ് തുറന്ന് ഷോപ്പിലേക്ക് വരുമ്പോഴത്തേന് കണ്ണട ഡാർക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഡാർക്കാവുന്നില്ലെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ കസ്റ്റമറുടെ കോൺഫിഡൻസ് പോകും. കാരണം ഇൻഫർമേഷനാണ് ഏറ്റവും വലുത് എല്ലാത്തിനും ഉപരി.